ഹേ ഗായ്സ്, ബിഗ് ഓട്ടോമോട്ടീവ്സിന്റെ അതായത് ബാസിക്കുട്ടൻ ഓട്ടോമോട്ടീവ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഒരു 6 മാസത്തെ ബ്രേക്കിന് ശേഷം നമ്മൾ വീഡിയോ ആയിട്ട് വരുമ്പോൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് വരണ്ടേ. അപ്പോൾ ഒരു 19 സീറ്റ് AC പുഷ് ബാക്ക് വണ്ടിയും കൊണ്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇതെൻ്റെ നാട്ടിൽ തന്നെയുള്ള വണ്ടിയാണ്. അപ്പോൾ വണ്ടി എടുത്തിട്ട് തന്നെയുള്ളൂ. അപ്പോൾ ഒരു തുടക്കക്കാരൻ എന്ന നിലയിലാണ് 19 സീറ്റ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് വരാം. ആദ്യം തന്നെ നമുക്ക് വണ്ടിയുടെ ഫ്രണ്ട് ലുക്കിലേക്ക് വരാം. അപ്പോൾ വണ്ടി വന്നിരിക്കുന്നത് എക്സ്പ്ലോർ വിത്ത് ശരവണഭവ ഹോളിഡേയ്സിൻ്റെ, അതായത് ശരവണഭവ ഹോളിഡേയ്സിൻ്റെ വണ്ടിയാണ് നമുക്കിപ്പോൾ ഈ റിവ്യൂ ചെയ്യാൻ കിട്ടിയിരിക്കുന്നത്. വണ്ടി വന്നിരിക്കുന്നത് 2018 മോഡൽ 2019 രജിസ്ട്രേഷനിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വണ്ടിയുടെ ഫ്രണ്ടിലത്തെ ലുക്ക് എന്ന് പറയുമ്പോൾ ലുക്ക് കൂട്ടാനായിട്ട് നമ്മൾ ബമ്പർ ലിപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 2 ഗൗള് കൊടുത്തിട്ടുണ്ട്. വണ്ടിയുടെ നെയിം ബോർഡിക്ക് വരുമ്പോൾ പിക്സൽ നെയിം ബോർഡാണ് ചെയ്തിരിക്കുന്നത്. ശരവണഭവ എന്നാണ് നമ്മൾ മലയാളത്തിലാണ് എഴുതി കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്പർ പ്ലേറ്റ് നമുക്ക് ഫാൻസി നമ്പറാണ് വന്നിരിക്കുന്നത് 9099. ഓക്കെ, ഇനി വണ്ടിയുടെ സൈഡ് ലുക്കിലേക്ക് വരാം. സൈഡ് ലുക്കിലേക്ക് വരുമ്പോൾ ഇവിടെയായിട്ട് സൈഡ് ഇൻഡിക്കേറ്റർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ട്രാവലറിൻ്റെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. FM 2.6 CR, അതായത് ആ ഒരു വേരിയൻറ്റിൻ്റെ പ്രൊജക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലേക്ക് വരുമ്പോൾ 19 സീറ്റ് ആയതുകൊണ്ട് നമുക്ക് വേഗം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്വാർട്ടർ ഗ്ലാസ് കണ്ടില്ലേ, ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവാം വണ്ടി 19 സീറ്റ് വണ്ടിയാണെന്ന്. സൈഡ് ലുക്കിൽ നമുക്ക് ഇത്തരത്തിൽ കാര്യമായിട്ട് വിവരിക്കാനായിട്ട് ഒന്നുമില്ല. 19 സീറ്റ് ആയതുകൊണ്ട് ഈ ഒരു ക്വാർട്ടർ ഗ്ലാസ്, അതായത് ഈ ഒരു ബാക്ക് ഭാഗത്തിനും കൂടി നീളം ഉണ്ടാവും. അങ്ങനെ നമുക്ക് 19 സീറ്റ് ആ വണ്ടിയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമുക്ക് വണ്ടിയുടെ ബാക്ക് ലുക്കിലേക്ക് വരാം. ബാക്ക് ലുക്കിലേക്ക് വരുമ്പോൾ വണ്ടി നല്ലൊരു ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് സ്പെയർ വീലിന് കവർ വന്നിട്ടുണ്ട്. പിന്നെ മുകളിൽ സ്പോയിലർ വന്നിട്ടുണ്ട്. അപ്പോൾ വണ്ടിയുടെ ബാക്ക് ഗ്ലാസ്സിലേക്ക് വരുമ്പോൾ എക്സ്പ്ലോർ വിത്ത് ശരവണഭവ എന്നുള്ള നമ്മുടെ ഇൻസ്റ്റാ പേജിൻ്റെ ID കൊടുത്തിട്ടുണ്ട്. എല്ലാവരും കയറി ഫോളോ ചെയ്തോളൂ. പേജ് 1 മില്യൺ എത്തുമ്പോൾ നമ്മളൊക്കെ സ്പെഷ്യൽ ഗിവ് അവേ ഉണ്ടാവും. നമ്മുടെ വണ്ടിയുടെ ഫാൻസ് എല്ലാവരും കൂടി ഒരു ട്രിപ്പും കൂടി നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ബാക്കിൽ വരുമ്പോൾ ഇവിടെ ശരവണഭവ ട്രാവൽസ് മണ്ണുത്തി തൃശ്ശൂർ നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ബാക്കിൽ കാര്യമായിട്ട് സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊന്നും അധികം ചെയ്തിട്ടില്ല. ഇനി വരുന്ന കാലങ്ങളിൽ നമ്മളെല്ലാം പ്രതീക്ഷിക്കും. നമുക്കപ്പോൾ ബാക്ക് ഡോർ തുറക്കാം. ബാക്ക് ഡോർ തുറക്കുമ്പോൾ നല്ലൊരു സ്പേസ് ബാക്കിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെയായിട്ടാണ് JBL സബ് കൊടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, എന്തുകൊണ്ടും അടിപൊളി ഒരു കോളേജ് ട്രിപ്പൊക്കെ പോകാൻ പറ്റിയൊരു മൂഡാണ് വണ്ടിയുടെ ഉള്ളിൽ. അത് നമുക്ക് ഉള്ളിൽ കയറിയിട്ട് കാണിക്കാം. നമുക്കിനി വണ്ടിയുടെ ഡ്രൈവർ ക്യാബിനിലേക്ക് കയറാം. നമുക്കിപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ആഹാ, ഫോഴ്സിൻ്റെ ട്രാവലറേ സ്റ്റാർട്ടായി കഴിയുമ്പോൾ ആ ഒരു കണ്ട സൗണ്ടില്ലേ, അത് കണ്ടില്ലേ. ഈ ഒരു ഐഡിയാണ് ഫോഴ്സിൻ്റെ ട്രാവലർ എന്നുള്ള ആ ഒരു പേര് കൊടുക്കുന്നത്. നമ്മളിപ്പോൾ ഡ്രൈവർ ക്യാബിനിലാണ് ഇരിക്കുന്നത്. 2019 മോഡലിൽ വന്നിരിക്കുന്ന സെയിം അനലോഗ് മീറ്റേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. അതായത് സെൻസർ വണ്ടിയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ കുറേ റിമോട്ടൊക്കെ ഇരിക്കുന്നത് നമ്മുടെ എല്ലാ ലേസർ ലൈറ്റിൻ്റെയും കൺട്രോൾസിന് വേണ്ടിയിട്ടുള്ള റിമോട്ടുകളാണ് ഇവിടെ ഇരിക്കുന്നത്. പിന്നെ ഇവിടെ AC വെൻസ് വന്നിട്ടുണ്ട്. വണ്ടി AC വണ്ടിയാണല്ലോ. പിന്നെ നമ്മുടെ ഡാഷിൽ വുഡൻ ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു വിൻറ്റേജ് ലുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഡാഷ്ബോർഡ് ഇത്തരത്തിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ അലങ്കാരത്തിനായിട്ട് നമ്മൾ ശരവണഭവ എഴുതിയിട്ടുള്ള മാല ഇട്ടിട്ടുണ്ട്. പിന്നെ ഗിയർ നോബ് സാധാ കമ്പനി ഗിയർ നോബ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ AC-യുടെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു 12 വോൾട്ട് ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി സ്വിച്ചസും പിന്നെ നമ്മുടെ വൈപ്പറിൻ്റെയും ഹെഡ് ലൈറ്റിൻ്റെ ഒക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് സാധാ എല്ലാ വണ്ടികളുടെയും പോലെ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സെറ്റ് വർക്ക് TV ഒക്കെ വന്നിരിക്കുന്നത് മുകളിലാണ്, കണ്ടില്ലേ. അപ്പോൾ ഇവിടെ നമുക്കൊരു ഡോട്ട് ലൈസർ കൊടുത്തിട്ട് പിന്നെ ഇവിടെ ആയിട്ട് ഒരു സ്റ്റിക്കർ വർക്ക് അതിഥി ദേവോഭവ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് വരാം. അപ്പോൾ നമ്മുടെ സീറ്റുകൾ വന്നിരിക്കുന്നത് പുഷ് ബാക്ക് സീറ്റുകളാണെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് ആർക്കാണെങ്കിൽ ഇരുന്ന് കിടന്ന് പോകാനുള്ള അത്രയും യാത്രാസുഖം തരുന്ന ഒരു വണ്ടിയാണ്, കണ്ടിട്ട്. ഇനി നമുക്ക് ബാക്കിലേക്ക് പോവാം. ഇനി ബാക്കിൻ്റെ ലൈറ്റ്സ് ഓൺ. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ലേസർ ലൈറ്റ് ഓൺ ചെയ്തിട്ട് പാട്ട് വെച്ചിട്ട് നമ്മുടെ ആ ഒരു ഉള്ളിലത്തെ ആംബിയൻസ് ഒന്ന് മനസ്സിലാക്കാം. ഉള്ളിൽ
സൈഡ് ഭാഗങ്ങളിലായിട്ടും നമ്മുടെ ആ ഒരു വുഡൻ ഫിനിഷിങ്ങിൽ നല്ലൊരു ആർട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ? ആ ഒരു നമ്മളൊരു ട്രിപ്പ് പോകുമ്പോൾ നമുക്ക് നല്ലൊരു ആംബിയൻസ് തരാനായിട്ടുള്ള വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ബാക്ക് വശങ്ങളിലേക്ക് പോകുമ്പോൾ ഒക്കെ സീറ്റുകളൊക്കെ നല്ല കംഫർട്ടായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും. ഏറ്റവും ബാക്ക് സീറ്റുകൾ കണ്ടില്ലേ, 4 പേർക്ക് സുഖമായിട്ടിരിക്കാം, അഡ്ജസ്റ്റ് ചെയ്ത് 5 ആൾക്കും ഇരിക്കാൻ പറ്റുന്ന സീറ്റുകളാണ് വന്നിരിക്കുന്നത്. മുകളിലാണ് നമ്മുടെ ലേസർ ലൈറ്റ് വന്നിരിക്കുന്നത്. പിന്നെ AC-യുടെ വെൻസൊക്കെ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്, കണ്ടില്ലേ? ഇത്രയ്ക്ക് തന്നെയുള്ള ഈ ഒരു കുഞ്ഞു വീഡിയോ കുറേ നാളത്തെ ബ്രേക്കിന് ശേഷം വരുമ്പോൾ നമ്മുടെ സ്വന്തം വണ്ടി കൊണ്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ ജിഷ്ണയുടെ വണ്ടി തന്നെയാണ്. അപ്പോൾ കുറേ നാളായി വീഡിയോ ചെയ്തിട്ട് അതിൻ്റെതായ ഒരു പവർ കുറവൊക്കെ ഉണ്ടാവും. അത് നമ്മൾ ഇനി വരും വീഡിയോസിൽ ഇമ്പ്രൂവ് ചെയ്ത് വരും. അടുത്തതായിട്ടൊരു കലക്കം വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതൊരു ഡിഫൻഡറിൻ്റെ കുഞ്ഞിനെയും കൊണ്ടായിട്ടാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയ്ക്ക് തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തോളൂ. ലൈക്ക് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഓട്ടങ്ങൾ ഉണ്ടെങ്കിൽ വിളിച്ചോളൂ. നമ്പറും ഡീറ്റെയിൽസും ഒക്കെ താഴെ കൊടുത്തിട്ടുണ്ടാവും. ഇൻസ്റ്റാഗ്രാം ID ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. ഒക്കെ കയറി ഫോളോ ചെയ്തോളാം. അപ്പോൾ ഇത്രയ്ക്ക് തന്നെ ശേഷം ബൈ ബൈ, അടിച്ചു കയറി വാ.